അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിനായിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്തതോ വറുക്കാത്തതോ ഏത് റവ വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ റവ എടുക്കുന്ന സമയത്ത് ഇതുപോലെ ചെറിയ തരികളുള്ള റവ നോക്കി എടുക്കുക. അപ്പം കുറച്ച് വലുപ്പമുള്ള തരികളുള്ള റവയാണെന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. റവയുടെ എല്ലാ ഭാഗത്തും ഉപ്പെത്തണം. ഉപ്പിട്ട് എടുക്കുമ്പോൾ കൂടി പോകരുത്, ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ദാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. പാലെടുക്കുമ്പോൾ നല്ല കട്ടിയുള്ള പാല് വേണം എടുക്കാനായിട്ട്. അതുപോലെ തന്നെ തിളപ്പിച്ച് ചെറിയ ചൂടുള്ള പാല് വേണം എടുക്കാനായിട്ട്. ഒരുപാട് അങ്ങ് ചൂടാവരുത്. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുമ്പോൾ ചെറിയൊരു ചൂട് വേണം. ആ ഒരു രീതിക്ക് വേണം പാലെടുക്കാൻ. ഇപ്പൊ ഞാൻ 1 കപ്പ് പാല് ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്യാം. ഒരുമിച്ച് പാലെടുത്ത് ഒഴിക്കരുത്. ആദ്യം 1 കപ്പ് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും പാലൊഴിച്ചു കൊടുക്കാം. ഇപ്പൊ കുറച്ച് കട്ടിക്കാണ്ടിരിക്കുന്നത്. വീണ്ടും നമുക്ക് പാലൊഴിച്ചു കൊടുക്കാം. വീണ്ടും ഞാൻ ചെറിയ ചൂടുള്ള 1 കപ്പ് പാലിതാ എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് ആദ്യം ഒഴിച്ചു കൊടുക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പാലെടുക്കുമ്പോൾ നല്ല ചൂടുള്ള പാലെടുക്കരുത്, എന്നാൽ റവ മുഴുവനും വെന്ത് പോകും. നമ്മൾ കയ്യിൽ തൊട്ട് നോക്കുന്ന സമയത്ത് ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പൊ ഞാൻ 1/2 കപ്പ് പാലിതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആദ്യം 1 കപ്പ് ഒഴിച്ചു കൊടുത്തു. വീണ്ടും ഒരു 1/2 കപ്പും കൂടി ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല പരുവത്തിന് ബാറ്റർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകരുത്, ചെറിയൊരു കട്ടിക്ക് വേണം ഈ ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. ഇനി നമുക്ക് ബാക്കി 1/2 കപ്പ് പാലുണ്ട്. ഈ റവ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കും. അപ്പോൾ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പാൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താലും മതി. ബേക്കിംഗ് സോഡാപ്പൊടിയാണേ. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ബേക്കിംഗ് സോഡ ഈ റവയുടെ എല്ലാ ഭാഗത്തും എത്തണം. ഇപ്പൊ അതാ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ റവയല്ലേ ചേർത്ത് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് റവ ഒന്ന് കുതിർന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് സമയം ഒന്ന് മൂടി വെക്കാം. നമ്മൾ റവ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയം കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് ഒരു ഫില്ലിങ് തയ്യാറാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു കടായി ഇതാ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് തേങ്ങ ചിരകിയതാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ആവശ്യത്തിനുള്ള മധുരമാണ്. ഞാനിപ്പോൾ 250 ml കപ്പിന്റെ പകുതി കപ്പ് 1/2 കപ്പ് ശർക്കരയാണ് ഇട്ട് കൊടുക്കുന്നത്. പൊടിച്ചെടുത്ത ശർക്കരയാണ് 1/2 കപ്പ് എടുത്തിട്ടുള്ളത്. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കല്ലും മണ്ണും പൊടിയൊന്നും ഇല്ലാത്ത നല്ല ശർക്കര ആയതുകൊണ്ടാണ് ഞാൻ നേരിട്ട് തേങ്ങയിലേക്ക് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അഥവാ നമ്മൾ എടുക്കുന്ന ശർക്കരയിൽ കല്ലും മണ്ണും അഴുക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ശർക്കരയിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുത്ത് അരിച്ചൊഴിച്ചിട്ട് വേണം ഈ തേങ്ങ ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ശർക്കരയും തേങ്ങയെല്ലാം ഒന്ന് യോജിച്ച് വരട്ടെ. ഇപ്പൊ തേങ്ങയും ശർക്കരയായിട്ട് ഒന്ന് യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. നിലക്കടല ഉണ്ടെങ്കിൽ അത് കുറച്ച് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ 5 കശുവണ്ടി ചെറുതായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഏകദേശം 1 ടേബിൾ സ്പൂൺ ഉണ്ടാവും. കശുവണ്ടി ആയാലും അതുപോലെ നിലക്കടലായാലും ഇടയ്ക്കൊന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് പഞ്ചസാരയും കൂട്ടി ചേർത്ത ഏലക്കപ്പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തത്. സാധാരണ നമ്മൾ പൊടിച്ചെടുക്കുന്ന ഏലക്കയാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഏലക്കപ്പൊടി ഒഴിവാക്കാം. ശർക്കരയുടെ ഒരു നനവുണ്ട്, അതുകൊണ്ട് 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇത് ഡ്രൈ ആയി വരണം. ഇപ്പോൾ 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും മതി. ഒരുപാട് അങ്ങ് ഡ്രൈ ആവാൻ നിൽക്കരുത്, എന്നാൽ പിന്നെ ഇത് ഉരുണ്ട് കട്ടയായി പോവും.
ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കിയിട്ട് ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ ഇതാ മാറിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ റവ മൂടി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്ന സമയം മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പം ഇത് കുറച്ച് കട്ടിക്കാണിരിക്കുന്നത്. ഇതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. ഒരുപാട് അങ്ങ് പാലെടുത്ത് ഒഴിക്കരുത്. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നമ്മൾ നേരത്തെ മാറ്റി വെച്ച 1/2 കപ്പ് പാലിൽ നിന്നും 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ എടുക്കുന്ന ഓരോ റവയ്ക്കും അനുസരിച്ച് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന പാലിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. ലൂസായി പോകരുത് ഈ ബാറ്റർ. കുറച്ച് കട്ടിക്കാണ് ബാറ്റർ തയ്യാറാക്കി എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. ഇനി 1 ടേബിൾ സ്പൂൺ പാലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പാലും കൂടി അധികം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറക്റ്റ് പരുവത്തിന് ഇതാ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് കട്ടിയുമല്ല, ഒരുപാടങ്ങ് ലൂസും അല്ല. ഈ ഒരു പരുവത്തിന് ബാറ്റർ റെഡിയാക്കി എടുക്കുക. ഇനി ഞാൻ ഈ മാവ് ഒഴിച്ച് സെറ്റ് ചെയ്യാൻ പോകുന്നത് ബൗളിലാണ്. ഇതുപോലത്തെ 3 ബൗള് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണയോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എണ്ണയാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം നെയ്യ് വേണമെങ്കിലും ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ബൗളിൻ്റെ എല്ലാ ഭാഗത്തും ഇതാ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എണ്ണ ബ്രഷ് ചെയ്തിരിക്കുന്ന ബൗളിലേക്ക് 1 സ്പൂൺ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച 1 സ്പൂൺ ബാറ്റർ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൂന്ന് ബൗളിലും ഒഴിച്ചു കൊടുക്കാം. ബൗളിൻ്റെ 1/4 ഭാഗത്തോളം ബാറ്ററാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ തയ്യാറാക്കി വെച്ച ഫില്ലിങ് ഇതുപോലെ ഉരുട്ടി വെച്ചു കൊടുക്കാം. ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം. ഒരുപാട് കുത്തി നിറച്ച് വെക്കേണ്ട. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് വീണ്ടും ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ബൗളിൻ്റെ 1/4 ഭാഗത്തോളം മാത്രമേ ബാറ്റർ ഒഴിച്ചു കൊടുക്കാവൂ. ഫുള്ളായിട്ട് അങ്ങ് ഒഴിക്കരുത്. 1/4 ഭാഗത്തോളം ബാറ്റർ ഇത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഉണക്കമുന്തിരി ഇങ്ങനെ വെച്ചു കൊടുക്കാം. കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതിനും വെച്ചു കൊടുക്കാം. ഇപ്പം ഇതാ 3 ബൗളിലും ഉണക്കമുന്തിരിയൊക്കെ സെറ്റ് ചെയ്ത് ഇതാ വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. ഏറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ അരിവാലയാണ് എടുത്തിട്ടുള്ളത്. പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു 4 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. എന്നിട്ട് അരിവാല വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമ്മൾ ബൗൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അരിവാല ഉണ്ടെങ്കിൽ അരിവാല എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റീമർ ഉണ്ടല്ലോ, സ്റ്റീമർ ഉണ്ടെങ്കിൽ സ്റ്റീമർ എടുക്കുക. അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പ് എടുത്താലും മതിയാവും. അപ്പോൾ 3 ബൗളും ഇതാ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് ഇതൊന്ന് ആവിയേറ്റിയെടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഇത് ആവിയേറ്റാൻ വെച്ചിട്ട് ഒരു 10 മിനിറ്റായി. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലോണം വെന്ത് ഇതാ വീർത്തൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഉള്ളൊക്കെ വെന്തിട്ടുണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് ഒന്ന് കുത്തി നോക്കാം. ഇപ്പം ടൂത്ത് പിക്ക് ഇതാ ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. അഥവാ ടൂത്ത് പിക്കിൽ മാവ് ഒട്ടിപ്പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ 2-3 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതിയാകും. ഇനി ഫ്ലെയിം ഓഫാക്കാം. ഇപ്പം ഇത് ചൂടാണ്. കുറച്ച് ഇതിൻ്റെ ചൂടൊന്ന് മാറിയിട്ട് ഇത് നമുക്ക് പുറത്തെടുക്കാം. ഇപ്പം ഇതിൻ്റെ ചൂട് മാറിയതിന് ശേഷം അരിവാലയിൽ നിന്നും ഇതാ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നല്ലോണം ഇതാ ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇനി ഇത് പാത്രത്തിൽ നിന്നും മെല്ലെ ഒന്ന് ഇളക്കി മാറ്റാം. ഇതുപോലെ ഒന്ന് തിരിച്ചു കൊടുക്കുമ്പോൾ തന്നെ അത് ഇളകി വന്നോളൂ. ഇപ്പൊ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആണ്. നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. കഴിക്കാൻ വേണ്ടിയിട്ടും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. ഇതിന് നമ്മൾ എണ്ണയോ നെയ്യോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഹെൽത്തിയുമാണ്. ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നല്ല അടിപൊളി ടേസ്റ്റും നല്ല ഹെൽത്തിയുമാണ്. റവ വെച്ചിട്ട് വളരെ വേഗത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ലേ, ഉള്ളിൽ നല്ല ഫില്ലിംഗ് ഒക്കെ വന്നിട്ട് അടിപൊളിയായിട്ട് തരിപ്പുണ്ട്. നല്ല കണ്ടില്ലേ, പഞ്ഞിക്കെട്ട് പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾ എല്ലാവരും റവ വെച്ചിട്ട് ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്